بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين. أما بعد، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മർക്കസുൽ ഹുദ എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനും ശില്പിയും കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ വളരെയധികം പ്രശസ്തനും കൂടിയായ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് റഫീഖ് അഹമ്മദ് സഖാഫി ചങ്ങനാശ്ശേരി ഈ മഹത്തായ നബിദിന അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ കൂടിയായ മാത്യൂസ് ജോർജ്, ബഹുമാനപ്പെട്ട ജനാബ് സാബു മുല്ലശ്ശേരി താലൂക്ക് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പി എ സാലി പ്രസിഡന്റ്, പ്രവാസി മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് തുടങ്ങി വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ അൽഫ അൽഫ മറ. ആദ്യമായി ലോക നേതാവ്, ലോകാനുഗ്രഹി, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1485 ജന്മദിന ആശംസകൾ ഈ പ്രഭാഷണ വേദിയിൽ എത്തിയവർക്കും ഇതിനെ ശ്രദ്ധിക്കുന്നവരുമായ എല്ലാ ആളുകൾക്കും പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാശംസകൾ നേരുകയാണ്. ആരാണ് മുഹമ്മദ് നബി എന്ന ചോദ്യത്തിന് കൊച്ചുകുട്ടികൾക്ക് പോലും ഉത്തരമറിയാവുന്ന സംഗതിയാണെങ്കിലും ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഇസ്ലാം മതം എന്ന മതം എന്താണ്?
എന്നത് വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട പ്രവാചകനും ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട മതവുമാണ് പരിശുദ്ധ ഇസ്ലാം മതം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ധാരാളം വിമർശകന്മാർ വിമർശിച്ചിട്ടുണ്ട്. വിമർശകന്മാരെക്കാൾ ഉപരി ലോകത്തിലുള്ള ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും മതാധ്യക്ഷന്മാരുമൊക്കെ പ്രവാചകനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടും അവിടുത്തെ മഹത്വങ്ങൾ വാഴ്ത്തി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ലോകത്ത് 57 രാഷ്ട്രങ്ങളിലായി പരന്നു കിടക്കുന്ന 130 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം പരിപൂർണമാകണമെങ്കിൽ മുഹമ്മദ് നബിയെ പിൻപറ്റുക എന്നുള്ളത് അത്യന്തം നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ഫത്തബിഊനി, നിങ്ങൾ പിൻപറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ മുഹമ്മദ് നബിയെ സ്നേഹിക്കലാവുകയുള്ളൂ. മുഹമ്മദ് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചക ആദർശങ്ങൾ അത് അണുവണുക്ക് വ്യത്യാസമില്ലാതെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നാണ് അതിന്റെ അർത്ഥമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ലോകത്തെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. എന്താണ് അതിന്റെ കാരണം? ലോകത്തിലുള്ള മുസ്ലിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാം മതം എന്നുള്ളത് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച മതമല്ല, മനുഷ്യനിർമ്മിതമല്ല, ചരാചാര നിർമ്മിതമല്ല ഇസ്ലാം. ഇസ്ലാം മതത്തിന്റെ അകത്ത് മുഹമ്മദ് നബിയുടെ റോൾ എന്താണ്? വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതിമുൻ നബിയീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആരുടെയും രക്ഷിതാവല്ല, ലോക്കൽ ഗാർഡിയനല്ല. വലാകിൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. വഖാതിമുൻ നബിയീൻ, കേവലം ഒരു സാധാരണ പ്രവാചകനല്ല, പ്രവാചകന്മാർക്ക് സമാപനം കുറിക്കാൻ വേണ്ടി വന്ന അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നു, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് നബി അല്ല. ഇസ്ലാം മതം എന്നുണ്ടായി എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്? ഇസ്ലാം മതം ഉണ്ടാക്കിയത് അല്ലാഹു തമ്പുരാനാണ്. അല്ലാഹു തമ്പുരാനായ റബ്ബുൽ ഇസ്സത്താണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ. ഇസ്ലാം മതത്തിന്റെ ഭരണഘടനയായ ഖുർആൻ, ലോക മുസ്ലിങ്ങളുടെ ആധികാരിക ഗ്രന്ഥമായ ഖുർആൻ, ആ ഖുർആൻ മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനമല്ല. ആ ഖുർആൻ തികച്ചും അല്ലാഹുവിന്റെ വചനങ്ങളാണ്, ദൈവിക വചനങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് 23 കൊല്ലക്കാലം കൊണ്ട് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ജിബ്രീൽ എന്ന മലക്ക് മുഖേന അല്ലാഹു തആല അറിയിപ്പിച്ചു കൊടുത്ത ദൈവീകമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും മറ്റു കാര്യങ്ങളുമാണ് വിശുദ്ധമായ ഖുർആൻ. അതേ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യകുലത്തോട് പ്രഖ്യാപിക്കപ്പെട്ട വചനങ്ങളുടെ പേര് ഹദീസ് എന്നാണ്. അത് 10 ലക്ഷത്തിലധികം വരുന്നതാണ്. 10 ലക്ഷത്തിലധികം വരുന്ന ഹദീസുകളും 6666 വാക്ക് വചനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനുമാണ് മുസ്ലിം ലോകത്തിന്റെ ആധികാരികമായിരിക്കുന്ന മാർഗദർശകർ. ആ മാർഗദർശകരിലൂടെയാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇസ്ലാം മതം അല്ലാഹുവിന്റെ മതമാണ്, അല്ലാഹുവിന്റെ നിയമമാണ്, അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, അല്ലാഹുവിന്റെ കൽപ്പനകളാണ്, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളാണ്. അത് കേവലം മനുഷ്യരുടെ ചെറിയ ബുദ്ധി കൊണ്ട്
വ്യാഖ്യാനിക്കുമ്പോഴും അത് മനസ്സിലാകുമ്പോഴും പറ്റിയ അബദ്ധങ്ങളാണ്. ലോകത്തിന്റെ ഏത് ചരിത്രം എടുത്തു നോക്കിയാലും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോകാനുണ്ടായ കാരണം ദൈവികമായ മതത്തെ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് അളക്കാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിച്ചപ്പോൾ സംഭവിച്ചു പോയ പരാജയമാണ്. നേരെ മറിച്ച് ദൈവികമായ മതത്തെ എങ്ങനെ മനസ്സിലാക്കണം? ദൈവത്തിന്റെ പ്രവാചകനിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മനസ്സിലാക്കണം. ആ പ്രവാചകൻ നൽകിയ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കണം. അതിനാണല്ലോ നമ്മൾ ഹദീസ് എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മതം അള്ളാഹുവിന്റെ മതം ആണ്. ആരാണ് ഈ മതത്തിന്റെ സ്ഥാപകൻ? അള്ളാഹുവാണ്. ഇസ്ലാമിന്റെ ആദ്യത്തെ പ്രവാചകൻ ആരാണ്? മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു മനുഷ്യകുലത്തിന്റെ ആദിമ മനുഷ്യനായ ആ മനുഷ്യൻ തന്നെയാണ് ആദ്യത്തെ പ്രവാചകൻ. ആ മനുഷ്യൻ തന്നെയായിരുന്നു ആദ്യത്തെ മുസ്ലിം, അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് തുടങ്ങി അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നീണ്ടുകിടക്കുന്ന 2,24,000 അതല്ലെങ്കിൽ 1,24,000 വരുന്ന പ്രവാചക പരമ്പരകളിലൂടെ ലോകത്ത് പ്രബോധനം ചെയ്ത മതത്തെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി 23 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം മതം. ഇത് നാം വളരെ വകതിരിച്ചു മനസ്സിലാക്കേണ്ടതാണ്. മോനെ ലോകത്തിന്ന് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുകയാണ്. ഇസ്ലാം പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന മതമാണെന്നൊരു കൂട്ടർ, ഇസ്ലാം വിദ്യാഭ്യാസത്തിനെതിരാണെന്ന മറ്റൊരു കൂട്ടർ, ഇസ്ലാം ലോകത്തിൽ കാണുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വിരുദ്ധമാണെന്ന മറ്റൊരു കൂട്ടർ. എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലേക്ക് തുടക്കുകയാണെങ്കിൽ ഇസ്ലാം നൽകിയ പ്രാധാന്യം ലോകത്ത് ഒരു മതം പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. പ്രവാചകന്റെ വചനം നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ജീവൻ അറിവാൻ, ഇസ്ലാമിന്റെ ജീവൻ അറിവാൻ. അറിവില്ലാത്ത മുസ്ലിം ജീവനില്ലാത്ത മുസ്ലിമാണ്. അതുകൊണ്ട് ഇസ്ലാമിന് ജീവൻ വേണോ? വിദ്യാഭ്യാസം വേണം. പ്രവാചകൻ തന്നെ പറഞ്ഞില്ലേ, ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്വീൻ. ചൈന എന്ന് പറയുന്ന യാത്ര കൊണ്ട് ദുഷ്കരമായ ഒരു രാജ്യമായിരുന്നു പണ്ട് സൗദിയിൽ നിന്ന് ചൈനയിലേക്കുള്ള യാത്ര. അങ്ങനെ യാത്രാ ദുഷ്കരമായ ചൈനയിലാണ് വിദ്യാഭ്യാസം കിടക്കുന്നതെങ്കിൽ ആ ചൈനയിൽ പോയിട്ടായാലും നിങ്ങൾ വിദ്യ നേടണമെന്ന് ലോകത്ത് പഠിപ്പിച്ച ജനനായകൻ, വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ നായകനാണ് ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇന്ന് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി പിറകിലാണ്. കേരളത്തിലെ മുസ്ലിങ്ങളും വിദ്യാഭ്യാസപരമായി പിന്നാക്കാവസ്ഥയിലാണ്. അതുകൊണ്ടാണ് എനിക്ക് പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അംഗമാവാൻ സാധിച്ചത്. കേരളത്തിലെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി മൊത്തം മുസ്ലിങ്ങളും പിറകിലാണ്. സാമ്പത്തികപരമായി ചെറിയ നിലക്ക് പുരോഗതി ഉണ്ടെങ്കിലും ഉദ്യോഗങ്ങളും വിദ്യാഭ്യാസത്തിലും ഇന്നും കേരളീയ മുസ്ലിങ്ങൾ വളരെ പിറകിലാണ്. മറ്റു പല ജാതികളും പിറകിലാണ്. കേരളത്തിൽ ഒഴിച്ചു മറ്റ് ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റുകൾ വെച്ച് നോക്കിയാൽ, രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ അതിന്റെ അകത്ത് കാണാം, ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കാൾ ഏറ്റവും അധികം പിറകെ നിൽക്കുന്നവർക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. 1000 ചില്ലാനം ഗ്രാമങ്ങളിൽ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന 1000 ചില്ലാനം ഗ്രാമങ്ങളിൽ ഇന്നും വൈദ്യുതിയും വെള്ളവും പള്ളിക്കൂടങ്ങളുമില്ലാത്ത 1000 ചില്ലാനം ഗ്രാമങ്ങൾ ഇന്ത്യയിലുള്ള വർഗം മുസ്ലിങ്ങൾ മാത്രമാണെന്ന് രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഇന്ത്യയിലെ കഥ മാത്രമല്ല ഞാൻ പറയുന്നത്. കലാപം നടന്നുകൊണ്ടിരിക്കുന്ന ഈജിപ്തിലെ കഥയായിരുന്നാലും, കേണൽ മുഹമ്മദ് അൽ ഗദ്ദാഫിയുടെ നാട്ടിലെ കഥയായിരുന്നാലും, സൗദി അറേബ്യയിലെ കഥയായിരുന്നാലും, കുവൈറ്റിലെയോ മസ്കറ്റിലെയോ ഒമാനിലെയോ ചരിത്രമായിരുന്നാലും, ലോകാടിസ്ഥാനത്തിൽ ഇന്നൊരു സർവേ നടത്തി നോക്കിയാൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി പിറകിലാണ്.
എവിടെ സംഭവിച്ചു ഈ പരാജയം? മുസ്ലിം സമുദായം പിറകിലാവാനുള്ള കാരണം പ്രവാചകനായിരുന്നുവോ? അല്ലല്ലോ. പ്രവാചകന്റെ ഏറ്റവും വലിയ ഉദാഹരണം മനസ്സിൽ നോക്കൂ നിങ്ങൾ. ഒരു സംഭവം വളരെ പെട്ടെന്ന് പറഞ്ഞു കളയാം. ബദർ യുദ്ധം നടന്നതിന്റെ ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി വന്ന ശത്രുപക്ഷത്തിൽ നിന്ന് കീഴടങ്ങപ്പെട്ട 100 ചില്ലാനം ആളുകളെ അറസ്റ്റ് ചെയ്തു. ആരൊക്കെയായിരുന്നു ആ പ്രമുഖരെന്നറിയോ? മക്കായിലെ പ്രമുഖരെയായിരുന്നു പ്രവാചകന്റെ സൈന്യം അറസ്റ്റ് ചെയ്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തം എളാപ്പയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ സഹാബത്ത് കൈക്ക് ചങ്ങല വെച്ച് അറസ്റ്റ് ചെയ്തു. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളായ സൈനബയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. മക്കയിലെ പ്രമുഖരായ ആളുകളൊക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു. പ്രവാചകൻ അറസ്റ്റ് ചെയ്ത യുദ്ധത്തടവുകാരുടെ ഇടയിലേക്ക് നടന്നെടുത്തുകൊണ്ട് ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? പ്രവാചകനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ ഞാൻ താങ്കളെ പറഞ്ഞയച്ചിട്ടില്ല. മുസ്ലിങ്ങളുടെ മാത്രം അനുഗ്രഹമല്ല പ്രവാചകൻ, ഹിന്ദുക്കൾക്കും അനുഗ്രഹമാണ്, ക്രിസ്ത്യാനികൾക്കും അനുഗ്രഹ. സർവ്വലോകം എന്ന് പറഞ്ഞ മനുഷ്യലുഗത്തിന് മാത്രമല്ല, ജന്തു സസ്യ ഗോള ചന്ദ്ര നക്ഷത്ര മണ്ഡലാദികൾക്ക് മുഴുവൻ പ്രവാചകൻ അനുഗ്രഹമാണ്. അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട സബ്ജക്റ്റാണ്. പ്രവാചകനെ പറ്റി ഖുർആൻ പറയുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ സർവ്വലോകത്തിന്റെയും അനുഗ്രഹമായിട്ടാ തങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത്. ആ പ്രവാചകൻ ബദർ യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെട്ട, അറസ്റ്റ് വരിക്കപ്പെട്ട യുദ്ധത്തടവുകാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു സമ്പൂർണ്ണ മതമാണ് ഇസ്ലാം. അവട്ടെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ താങ്കളെ ഞാൻ ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ പറഞ്ഞയച്ചിട്ടില്ല. ആ പ്രവാചകന്റെ അനുഗ്രഹത്തിന്റെ ഒരു ഉദാഹരണം, ബദർ യുദ്ധം കഴിഞ്ഞു. യുദ്ധം എന്ന വാക്ക് ഇസ്ലാമിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നവനാണ്. കാരണം യുദ്ധം, ബദർ സമരം എന്ന് പറയുന്നതാ കുറച്ചുകൂടി നല്ലത്. സത്യത്തിൽ പ്രവാചകൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിട്ടില്ല, ആക്രമിക്കുകയായിരുന്നു. 313 പേര് 7 വാളും 9 കുന്തും കൊണ്ടാണ് 1000ഓളം വരുന്ന ശത്രുപക്ഷത്തെ നേരിടാൻ പോയത്. അതൊരു യുദ്ധമായിരുന്നു, ഒരു വൺ സൈഡ് ആക്രമല്ലേ അത്. 313 പ്രവാചകന്റെ അനുയായികള് 7 വാളും 9 കുന്തും കൊണ്ട് മറുപക്ഷത്ത് നിൽക്കുന്ന വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ആയുധാഭ്യാസികളായ 18 തരത്തിലുള്ള ആയുധങ്ങൾ എടുത്തണിഞ്ഞു വന്ന 1000ഓളം വരുന്ന ശത്രുപക്ഷത്തോട് പട്ടിണി കിടന്ന 313 ആളുകൾ ആ യുദ്ധത്തിന് പോയത്. അവരെ കയ്യിലുള്ളത് 7 വാള് 9 കുന്തം. ആ യുദ്ധത്തിൽ പ്രവാചകൻ വിജയിക്കുകയാണ്. 1000ഓളം വരുന്ന ശത്രുപക്ഷം പരാജയപ്പെടുകയാണ്. യുദ്ധ തടവുകാരായി 100 ആളുകളെ, 100 ചില്ലാനം ആളുകളെ പ്രവാചകന്റെ അനുയായികളായ സ്വഹാബത്ത് കൈക്ക് ചങ്ങലക്കെട്ട് പിടിച്ചുകൊണ്ട് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് അതിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 100 ചില്ലാനം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പ്രവാചകന്റെ ചോദ്യം, അല്ലയോ ശത്രുക്കളെ, നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ അടിമകളാണ്, അറസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്റെ സഹാബത്ത്. ആരൊക്കെയാണ് കൊണ്ടുവന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനെ പിറന്ന നാടായ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളായ സൈനബ, 2 മാസം ഗർഭിണിയായ പാവപ്പെട്ട സൈനബയുടെ ഗർഭപാത്രത്തിൽ ചവിട്ടിക്കൊണ്ട് ഗർഭം അബോഷനാക്കി കലക്കി കളഞ്ഞവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മലർത്തിക്കിടത്തിക്കൊണ്ട് നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ട് ചാട്ടവാറ് കൊണ്ടടിച്ചവർ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ സെയ്ത്തണ്ണ ഒഴിച്ചുകൊണ്ട് പഴുത്തുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ ചുവട്ടിൽ നിർത്തിയവർ, ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ
രണ്ട് കാലുകളും ഒട്ടകത്തിന്റെ കൈകാലുകളിലേക്ക് വലിച്ചു കെട്ടിക്കൊണ്ട് ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിന്റെ കമ്പി കൊണ്ടുവന്ന് സുമയ്യയുടെ മുൻഭാഗത്തിലൂടെ അടിച്ചു കയറ്റി ജീവനോടെ പച്ചക്കെട്ട് കൊന്നവര്, അവരൊക്കെയാണ് പ്രവാചകന്റെ ശിഷ്യന്മാർ ആദ്യത്തെ ആക്രമണത്തിൽ അറസ്റ്റ് ചെയ്ത് തോൽവി സമ്മതിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്റെ ശത്രുക്കളാണല്ലോ, ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ ഭാവിക്കുന്നത്? ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് ഭാവിക്കുന്നത്? ആ ശത്രുക്കളുടെ മറുപടി, മുഹമ്മദ്, നീ ഞങ്ങളെ കൊന്നുകളയുക തന്നെ ചെയ്യും. കാരണം നിന്നോട് അത്ര വലിയ ശല്യ ഞങ്ങൾ ചെയ്തത്. നിന്നെ പിറന്ന നാടായ മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചു ഞങ്ങള്. ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ വയ്യാതെ ഇവിടെ വന്ന ആക്രമണത്തിന് മുതിർന്നു ഞങ്ങള്. നിന്റെ കുട്ടികളെ അടിച്ചോടിച്ചു. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ഖദീജാനെ പച്ചവെള്ളം കൊടുക്കാതെ മരിപ്പിച്ചു കളഞ്ഞു ഞങ്ങള്. അത്രയധികം ദ്രോഹം ചെയ്ത ഞങ്ങള് നീ മാപ്പ് തരുമെന്ന യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. നീ ഞങ്ങളെ കൊന്നുകളയും. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തായിരുന്നോ? ഞാൻ നിങ്ങളെ കൊന്നുകളയുമെന്നാണോ നിങ്ങൾ ഭാവിക്കുന്നത്? അതെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരികയാണ്, എന്നാൽ ലോകത്തൊരു നേതാവും ഒരു രാഷ്ട്രത്തലവനും ഒരു യുദ്ധത്തടവുകാർക്ക് നൽകാത്ത കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുകയാണ്. ലോകത്തൊരു നേതാവും ഒരു യുദ്ധത്തടവുകാർക്ക് നൽകാത്ത കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. എന്താണ് ആ ശിക്ഷയെന്ന് കേൾക്കുമ്പോഴേക്കും അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ശത്രുക്കൾ നിന്ന് കിടുകിടാ പറക്കുകയാണ്. പൂച്ചയുടെ മുമ്പിൽ എലിക്കുഞ്ഞുങ്ങൾ നിന്ന് പറക്കുന്ന പോലെ നിന്ന് പറക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ലോകത്തിന്നേ വരെ ഒരാളും നൽകാത്ത ശിക്ഷയാ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അവർ പരസ്പരം പറയാൻ തുടങ്ങി. ചിലപ്പോ കണ്ണ് ചൂന്ന് കളയലാവാം, ചിലപ്പോ കൈ വെട്ടിക്കളയലാവാം, ചിലപ്പോ ജനനേന്ദ്രിയം മുറിച്ചു കളയലാവാം, ചിലപ്പോ കൊടല് പച്ചക്കെട്ട് വലിച്ചു പുറത്തിടലാവാം. അങ്ങനെ പല പല ശിക്ഷകളും നമുക്ക് നൽകാം. മുഹമ്മദിനെ അത്രമാത്രം നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ പ്രവാചകര് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ശിക്ഷ എന്താണെന്നോ? നിങ്ങൾ 100 ആളുണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും എന്റെ കൂട്ടത്തിൽപ്പെട്ട പാവപ്പെട്ട 10 സ്വഹാബത്തിന് അറബി അക്ഷരമാല എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ, നിങ്ങളിൽ ഒരാള് യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ശത്രുക്കളായ നിങ്ങളിൽ ഒരാള് എന്റെ കൂട്ടത്തിൽപ്പെട്ട വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്തവർക്ക് എഴുതാനും വായിക്കാനും നിങ്ങൾ ഒരാള് 10 ആൾക്ക് പഠിപ്പിച്ചാൽ, എന്റെ കുടുംബത്തെ ദ്രോഹിച്ച നിങ്ങൾക്ക്, എന്നെ കല്ലെടുത്തെറിഞ്ഞ നിങ്ങൾക്ക്, എന്റെ മകളുടെ ഗർഭം ചവിട്ടിക്കലക്കിയ നിങ്ങൾക്ക്, എന്റെ ബിലാലിന്റെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റിവെച്ച നിങ്ങൾക്ക്, എന്റെ അമ്മാർ ഇബ്നു യാസിറിന്റെ തലയില് ജയ്തെണ്ണ ഒഴിച്ച് ആട്ടുപോലെ കത്തിച്ച നിങ്ങൾക്ക് ഞാൻ നിരുപാധികം മാപ്പ് തരാമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ. ലോകത്ത് തടവുകാരോടൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? ഇറാഖിലെ അബൂ ഗാലിബ് ജയിലിന്റെ ഉദാഹരണം ഞങ്ങൾ വായിച്ചില്ലേ പത്രത്തില്? ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് അബൂ ഗാലിബ് എന്ന് പറയുന്ന ജയിലിൽ നിന്ന് വന്ന വാർത്ത നമ്മൾ അൽ ജസീറ ടിവി പുറത്തുവിട്ടു. എന്തായിരുന്നു അവിടെ നടന്നത്? അവിടുത്തെ മുസ്ലിംകൾ മുഴുവൻ അമേരിക്കയുടെ പട്ടാളം നഗ്നവാന്മാരും നഗ്നവതികളുമാക്കി. എന്നിട്ട് നായ്ക്കളെ കൊണ്ട് അവരുടെ ഗുഹ്യസ്ഥാനം മണപ്പിക്കുക, നക്കിക്കുക. മുസ്ലിങ്ങൾക്ക് നായ നിഷിദ്ധമാ. അത് തൊട്ടാൽ 7 വട്ടം കഴുകണം. അതിലൊരു പ്രാവശ്യം ശുദ്ധിയുള്ള മണ്ണ് കൊണ്ട് കഴുകണം. ആ മുസ്ലിങ്ങളുടെ ഗുഹ്യസ്ഥാനം നായ്ക്കളെ കൊണ്ട് നക്കിപ്പിച്ചു അമേരിക്കയുടെ മിലിറ്ററിക്കാർ. തീർന്നില്ല ആക്രമം. മദ്യം വായിലൊഴിച്ചു കൊടുക്കുക. മുസ്ലിങ്ങൾക്ക് മദ്യം നിഷിദ്ധമാ. ഇറക്കാൻ കൂട്ടാക്കാത്തവന്റെ അണ്ണാക്കിലേക്ക് പന്നിയിറച്ചി ഫ്രൈ ചെയ്തുകൊണ്ട് തൊണ്ടയിലിട്ടുകൊണ്ട് അത് ഇറക്കാൻ കൂട്ടാക്കാത്ത അണ്ണാക്കിലേക്ക് തൊണ്ടയിലേക്ക് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ട് കുത്തിയിറക്കുക. ഇതായിരുന്നു അമേരിക്ക അബൂ ഗാലിബ് ജയിലിൽ ഇറാഖിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞതല്ല. അൽ ജസീറ ടിവി ലൈവായിക്കൊണ്ട് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ലോകത്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. യുദ്ധ തടവുകാരായാലും അക്രമിയായാലും കള്ളനായാലും കൊലപാതകിയായാലും അവരോട് കാരുണ്യം കാണിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ ഞാൻ തങ്ങളെ പറഞ്ഞയച്ചിട്ടില്ല.
അന്യമതക്കാരോടോ? പ്രവാചകന്റെ പെരുമാറ്റം എന്തായിരുന്നു അന്യമതക്കാരോട്? മുസ്ലിം സമുദായത്തിലെ ആളുകൾ മനസ്സിലാക്കണം, നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മളെ തെറ്റിദ്ധരിച്ചു പോയ സമൂഹത്തിന് നല്ല മാന്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ധാർമ്മികമായ കടമ നമുക്കാണുള്ളത്. നമ്മളോട് ഖുർആൻ പറഞ്ഞത് എന്താ? കുൻതും ഖൈറ ഉമ്മാ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. ലോകത്തെ ഏറ്റവും നല്ല സമുദായം നിങ്ങളാണ്. തഅമുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യങ്ങൾ ജനങ്ങളെ തൊട്ട് നിങ്ങൾ തടയുന്നു. ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുന്നു, തിന്മ കൊണ്ട് വിരോധിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്, പെർഫെക്റ്റ് സമുദായമാണ്. നമ്മൾ ലോകത്ത് നന്മ കൊണ്ട് കൽപ്പിക്കാൻ വിധിക്കപ്പെട്ടവരാ, തിന്മ കൊണ്ട് വിരോധിക്കാൻ വിധിക്കപ്പെട്ടവരാ, അല്ലേ? അന്യമതക്കാരോട് എന്ത് വെച്ച് പുലർത്താനാ പ്രവാചകൻ ബഹുമാനപ്പെട്ട ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചത്? അക്രിം ജാറക വലൗ കാന കാഫിറ. അക്രിം ജാറക വലൗ കാന കാഫിറ. നിന്റെ അയൽപക്കക്കാരൻ അമുസ്ലിമായ മനുഷ്യരാണെങ്കിൽ, ബഹുദൈവ വിശ്വാസിയാണെങ്കിൽ, പരദൈവ വിശ്വാസിയാണെങ്കിൽ അവനെ ബഹുമാനിച്ചേ മതിയാവൂ മുഹമ്മദ് മുസ്തഫ. ആരാണ് അയൽപക്കക്കാരൻ? അയൽപക്കക്കാരന്റെ ഡെഫിനിഷൻ എന്താ? നിന്റെ വീടിന്റെ 40 വീട് നിന്റെ അയൽക്കാരനാ. നിന്റെ വീടിന്റെ 40 വീട് നിന്റെ അയൽക്കാരനാ. അതിൽ ഹിന്ദു ഉണ്ടാവാം, ക്രിസ്ത്യാനി ഉണ്ടാവാം, അതുപോലെ തന്നെ നിരീശ്വരവാദി ഉണ്ടാവാം, മതത്തിൽ വിശ്വാസമില്ലാത്തവരുണ്ടാവാം, നിന്നെ ആക്ഷേപിക്കുന്നവരുണ്ടാവാം, നിന്റെ ശത്രുവുണ്ടാവാം. അവന് അക്രിം ജാറക വലൗ കാന കാഫിറ. അമുസ്ലിമായവനാണ് നിന്റെ അയൽവാസിയെങ്കിൽ അവനെ ബഹുമാനിച്ചു കൊള്ളണം. ആ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ചാൽ അഗ്നിയാണ് നീ തിന്നുന്നതെന്ന് ഖാല റസൂലുള്ളാഹി. ഇത്രയധികം അയൽക്കാരോട് മര്യാദ പുലർത്താൻ, അന്യമതക്കാരോട് മര്യാദ പുലർത്താൻ ലോകത്ത് കൽപ്പിച്ച പ്രവാചകൻ വേറെയുണ്ട്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ മദീനയിലുള്ള കാലം കുറച്ച് ക്രിസ്ത്യാനികൾ വന്നു പ്രവാചകനുമായി സംവദിക്കാൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വം അവർക്കറിയണം. തൗറാത്തിൽ പറയപ്പെട്ട പ്രവാചകനാണോ മുഹമ്മദ് നബി അവർക്കറിയണം. ഇഞ്ചീലിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കറിയണം. അള്ളാഹുവിന്റെ റസൂൽ അവരുമായി സംവാദം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇത് പ്രവാചകൻ തന്നെ. ആ ബോധ്യപ്പെട്ട സമയത്ത് അവർക്ക് കുർബാന നടത്തേണ്ട സമയമായി, സന്ധ്യാ കുർബാനയുടെ സമയമായി. അവർ ചോദിച്ചു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലേ മുഹമ്മദേ, വൈകുന്നേര സമയമാണ്, ഞങ്ങൾക്ക് സന്ധ്യാ കുർബാന നടത്തേണ്ട സമയമാണ്, ഞങ്ങൾ എവിടെ പ്രാർത്ഥിക്കണം? അള്ളാഹുവിന്റെ റസൂല് മദീനയിലെ പള്ളിയിലെ മസ്ജിദുൻ നബവി, ഇന്ന് റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫ് നിലകൊള്ളുന്ന മസ്ജിദുൻ നബവി, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖബറുള്ള മസ്ജിദുൻ നബവി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്ന മസ്ജിദുൻ നബവിയുടെ ഒരു ഭാഗം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഞാനും എന്റെ അനുയായികളും എവിടെയാണ് നിസ്കരിക്കുന്നത് 5 വഖത്ത്? ഈ പള്ളിയുടെ ഒരു മൂലയിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട്, മുട്ടുകുത്തി നിന്നുകൊണ്ട് ബൈബിള് വായിക്കാമല്ലോ. ഇരുകൈയും നീട്ടി ക്രിസ്ത്യാനികൾ അംഗീകരിക്കുകയാണ്. മദീനയുടെ പള്ളിയിലെ തെരുവിൽ വന്നുകൊണ്ട് ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കുകയാണ്, കുർബാന നടത്തുകയാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു നേതാവ് സമാനതയുണ്ടോ ഇത്? എന്നാൽ ഇസ്ലാം മതത്തിന്റെ ആശയം എന്താണ്? അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ച ഇസ്ലാം മതത്തിലില്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു സമദ്, അവൻ പരാശ്രയം വേണ്ടാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹനെ പ്രസവിച്ചിട്ടില്ല, അല്ലാഹ്ക്ക് മക്കളില്ല, അല്ലാഹനെ പ്രസവിക്കപ്പെട്ടതുമല്ല, അല്ലാഹ്ക്ക് കുട്ടികളില്ല, അല്ലാഹ്ക്ക് ഭാര്യയില്ല എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാം, ദൈവത്തിന്റെ മകൻ യേശുക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് മദീനയുടെ പള്ളിയിൽ കുർബാന നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത ലോക നേതാവ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ. അതിനും വലിയ സൗഹാർദ്ദം ലോകത്ത് ആരാ പഠിപ്പിക്കാനുള്ളത്? ആ മതത്തെ സംബന്ധിച്ച് ഇന്ന് തെറ്റിദ്ധാരണ. ആ മതത്തിന്റെ അനുയായികളെന്ന് ഭീകരവാദികള്, ആ മതത്തിന്റെ അനുയായികളെന്ന് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ടവര് എവിടെയാണ് സംഭവിച്ചു പോയത്? അവിടേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ മതം കേവലം ഒരു മതമല്ല കേട്ടോ. ചില ആളുകൾ മതത്തിനെ കൊച്ചാക്കുക.
ഒരു 12 റുപ്യയുടെ കടലാസിൽ ഒരു ലേഖനം എഴുതിയിട്ട് വിമർശിക്കാൻ പറ്റുന്നതല്ല പരിശുദ്ധ ഇസ്ലാമും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ. കേട്ടോ മോനെ, അള്ളാടെ മതാണ് ഇസ്ലാം മതം. അള്ളാടെ ബുദ്ധി പിഴക്കില്ലല്ലോ. അള്ളാടെ ബുദ്ധി പിഴച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹിനെ കൊണ്ട് വിശ്വാസം ഉണ്ടാവുമോ? ഖുർആനിലെ 6666 ആയത്തുകളിൽ ഏതെങ്കിലും ഒരു ആയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അമെൻമെന്റ് വേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിട്ട് 50-60 വർഷമായി. ആ ഭരണഘടനയുടെ അകത്ത് 54 ഭേദഗതി ഇപ്പൊ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ചുള്ള ഭേദഗതികൾ ഡോക്ടർ BR അംബേദ്കറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധി തുടങ്ങിയ ഇന്ത്യയിലെ ബുദ്ധിരാക്ഷസന്മാർ ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയ ഭരണഘടനയുടെ അകത്ത് 50-ലധികം ഭേദഗതികൾ ഇപ്പൊ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനിയും ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി ഇവിടെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? കാലഘട്ടത്തിന്റെ പ്രവാഹത്തെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഭരണഘടനക്ക് പോരാ. അതുകൊണ്ട് അതിൽ അമെൻമെന്റും ഭേദഗതികളും കൊണ്ടുവരുന്നു. എന്നാൽ 6666 ആയത്തുകളില് ഏതെങ്കിലും ഒന്നിന് കാലഘട്ടത്തിന്റെ പ്രവാഹത്തെ തടഞ്ഞു നിർത്താനുള്ള പവറില്ല എന്ന് ലക്ഷ്യസഹിതം ചൂണ്ടിക്കാണിക്കാൻ കഴിയോ? ഒരായത്തുണ്ടോ? ഇല്ല. ഉദാഹരണമായി ഇപ്പൊ ഞാൻ പറഞ്ഞു വരാം. ഇപ്പതാ മഴ പെയ്തു. മഴ അനുഗ്രഹം തന്നെ. ബഹുമാനപ്പെട്ട റഫീഖ് അഹമ്മദ് സക്കാഫി പറഞ്ഞു, മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ്. മഴയ്ക്ക് വേണ്ടി റസൂലുള്ള ദ്വാരുന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ദ്വാരുന്നപ്പോ മഴ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോ മഴ മുസീബത്തും ആവും. റഹ്മത്തുകളൊക്കെ ചിലപ്പോ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ മുസീബത്താവും. അപ്പൊ എന്ത് വേണം? പോയി കിട്ടാൻ വേണ്ടി ദ്വാരക്കേണ്ടി വരും. മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് വന്നിട്ട് ഒരു അഅറാബി വെള്ളിയാഴ്ച പള്ളിയിൽ ഖുത്ബ നടത്തുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മഴയില്ല നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. മദീനയുടെ പള്ളിയുടെ മിമ്പറയിൽ നിന്നുകൊണ്ട് പ്രവാചക തിരുമേനി ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ, നിന്റെ റഹ്മത്തായ മഴ ഇവിടെ പെയ്യണേ എന്ന് ദുആയിരുന്നതോടുകൂടെ മദീനയിൽ അങ്ങ് മഴ പെയ്യാൻ തുടങ്ങി. ആ വെള്ളിയാഴ്ച പിടിച്ച മഴ പിറ്റത്തെ വെള്ളിയാഴ്ച വരെ അങ്ങ് ഇടതടവില്ലാതെ പെയ്തപ്പോ മദീന വെള്ളപ്പൊക്കത്തിന്റെ പിടിയിലായി. പിറ്റത്തെ വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ നിർവഹിക്കാൻ അതേ മദീനത്തെ പള്ളിയുടെ മിമ്പറയിൽ കയറിയപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച അതാ പ്രസംഗിക്കുന്ന സമയത്ത് ഖുത്ബ നടത്തുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ ആ മനുഷ്യൻ വന്നിട്ട് പറയാണ്, നബിയേ, മഴ അധികരിച്ചു പോയി, വീടുകളൊക്കെ ഒഴുകിപ്പോയി, കന്നുകാലികളൊക്കെ മഴയിൽ കിടന്ന് ചത്തുപോയി, ഞങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ വയ്യ, അതുകൊണ്ട് മഴയൊന്ന് നിർത്താൻ പറയണമെന്ന് പറഞ്ഞപ്പോ റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹി തങ്ങള് നേരത്തെ മഴ വരാൻ വേണ്ടി ഇങ്ങനെ ദുആരുന്ന റസൂലുള്ളാഹ് കൈ രണ്ടും മലർത്തി കമഴ്ത്തി പിടിച്ചുകൊണ്ടൊരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ലാ അലൈനാ വജ്അൽഹാ ഹവാലൈനാ. പടച്ചവനെ, നിന്റെ റഹ്മത്തായ മഴ ഇവിടെ വേണ്ട, സമുദ്രാന്തര ഭാഗങ്ങളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ഈ മഴയെ തിരിച്ചുവിടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു പോയി. അവ ചിലപ്പോ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ തന്നെ അത് മുസീബത്തായി വരുന്ന സമയത്ത് അത് അല്ലാഹുവേ ഇവിടുന്ന് മാറ്റണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ ദുആ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ ഇസ്ലാം മതം മഴയെ പറ്റി എന്താ പറയണത്? ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനാണല്ലോ. ഞാന് ഇപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും അധികം മഴ പെയ്യുന്നത് ഞാൻ കണ്ടത് തിരുവനന്തപുരത്താണ്. കാരണം ഞാൻ എന്ന് തിരുവനന്തപുരത്ത് വന്നോ അന്നൊക്കെ മഴയുണ്ട്. ഇപ്പോഴും തിരുവനന്തപുരത്ത് നിന്നാ മഴയുടെ തുടക്കം. ഇന്നലെ എല്ലാം തിരുവനന്തപുരത്ത് ഉഗ്ര മഴയാണെന്നാ. ഇന്ന് നമ്മുടെ ഭാഗത്തേക്കും വന്നു. ഇന്ന് തൃശ്ശൂരും ഉണ്ട്. ഞാൻ എൻ്റെ നാട്ടിൽ വിളിച്ചു നോക്കുമ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഈ മഴ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ഈ സമയത്ത് ഇത്രയും വലിയൊരു മഴ പെയ്യാറില്ല. 2010 മെയ് മാസം 16-ാം തീയതി കേരളത്തിലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമെന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള സെസ്സിലെ ഏമാന്മാർ ഒരു ഫത്വ പുറപ്പെടുവിച്ചത് 2010-11 വർഷം കാലാവസ്ഥ വളരെ മോശമാകുന്നു മാത്രമല്ല മഴ പെയ്യില്ല, ഒരു ഗ്ലാസ് വെള്ളത്തിന് 20 രൂപ കൊടുത്ത് വാങ്ങിച്ചു കുടിക്കേണ്ട ഗതികേട് വരുന്ന മോനെ കാലാവസ്ഥക്കാര് പറഞ്ഞു. പക്ഷേ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, മഫ്ഹൂമു മുഖാലഫ എന്ന് പറഞ്ഞു.
പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. പെയ്യും എന്ന് പറഞ്ഞാൽ പെയ്യില്ല, പെയ്യില്ല എന്ന് പറഞ്ഞാൽ പെയ്യും. ഇത് അള്ളാഹുടെ ആഭ്യന്തര കാര്യം മഴ പെയ്യിപ്പിക്കൽ. അള്ളാഹുവിന്റെ ഖുദ്റത്ത്, ആ ഖുദ്റത്താകുന്ന സിഫത്തില്, ആഭ്യന്തര കാര്യത്തില് മനുഷ്യർ കൈകടത്തിയപ്പോ അള്ളാഹു അത് സമ്മതിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് എന്തുണ്ടായി എന്നറിയോ? 2010 റെക്കോർഡ് മഴയായിരുന്നു. 2010 മഴ പെയ്തിട്ട് മലമ്പുഴ ഡാം 8 വട്ടം തുറന്നു. മുല്ലപ്പെരിയാറും ലോവർ പെരിയാറൊക്കെ അണക്കെട്ട് തുറന്നുവിടാൻ തുടങ്ങി. ഏത് ഡാമാ കേരളത്തിൽ തുറക്കാതിരുന്നത്? മഴയുടെ അളവ് കണക്കൂട്ടിക്കൊണ്ട് പറഞ്ഞത് 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇത്ര ശക്തിയായ മഴ കേരളത്തിൽ പെയ്തിട്ടില്ലാതാ. ഒരു ഗ്ലാസ് വെള്ളത്തിന് 20 രൂപ കൊടുത്ത് വിലക്ക് വാങ്ങിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ സെസ്സിലെ ഏമാമാരോട് ഇപ്പൊ പറയാനുള്ളത്, ഈ റോട്ടിലെ വെള്ളം 20 രൂപ തരാ, ഒന്ന് പിഴുത് കൊണ്ടുപോകോ ഇവിടുന്ന്. ഖുർആൻ എന്താ അതിനെ പറ്റി പറഞ്ഞത്? മഴയെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞത് അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലാഹു ഖുർആനിൽ. ജനങ്ങളെ, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, മേഘപാളികളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നവൻ ഞാനാണോ അതോ നിങ്ങളാണോ? മോനെ, അള്ളാഹ്ക്ക് വിവരമില്ലാണ്ട് ചോദിച്ചല്ലാട്ടോ. അല്ലാഹു ചോദിക്കുക, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കി തരുന്നവൻ ഞാനാണോ നിങ്ങളാണോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, സൃഷ്ടിക്കുന്നവൻ നിങ്ങളാണോ നമ്മളാണോ? അത് വേറെ വിഷയമാണ്. കുറെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. അതിനൊക്കെ വിശദീകരണമുണ്ട്. എന്തുകൊണ്ട് അള്ളാഹു സൃഷ്ടിക്കുന്നവൻ നിങ്ങളാണോ നമ്മളാണോ ചോദിച്ചത്? അള്ളാഹുടെ ഖുദ്റത്തിൽ ഇപ്പൊ നമ്മൾ കൈ കടത്തിയല്ലോ. കൈ കടത്തിയിട്ടില്ല, കൈ കടത്തി നോക്കുക. അള്ളാഹുടെ ഖുദ്റത്തിൽ കൈ കടത്താൻ ഒരു 2 റുപ്യ 50 പൈസയുടെ സോഫ്റ്റ്വെയർ ആയിട്ട് നടക്കുന്ന നമുക്ക് അള്ളാഹിനെ പറ്റി എന്ത് മനസ്സിലാക്കി? ആടെന്ത് പറഞ്ഞു അങ്ങാടി വാടിപ്പോ നമ്മുടെ തലയിൽ ആകെ കപ്പാസിറ്റി 2.5 2 റുപ്യ 50 പൈസയുടെ സോഫ്റ്റ്വെയർ ഉള്ളൂ ഇതിന്റെ അകത്താകെ. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോ വലിയ കമ്പ്യൂട്ടർ, ഇൻഫോസിക്കും, സ്മാർട്ട് സിറ്റി, ആ സിറ്റി, ഈ സിറ്റി, ഇൻഫോ പാർക്ക്, ആ പാർക്ക്, ടെക്നോ പാർക്ക് എല്ലാം നമ്മൾ കീഴടക്കി, ആകാശം നമ്മുടെ കയ്യിൽ, ഭൂമി നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിപ്പോ എവിടെ എത്തിയിട്ടുള്ളൂ? 2ാം ആകാശത്ത് എത്തിയിട്ടുള്ളൂ. ചൊവ്വ നിൽക്കുന്നത് ഇസ്ലാമിന്റെ തസ്രീഉൽ അഫ്ലാഖ് കിതാബ് എടുത്ത് നോക്കിയാൽ കാണാം 2ാം ആകാശത്തിലാ. 2ാം ആകാശത്തിലെ ചൊവ്വയിൽ മാധവൻ നായരുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ ISROയുടെ പേടകം പോയിട്ട് മൂക്കൂത്തി വീണ് തിരിച്ചു വന്നപ്പോ അതിന്റെ തലപ്പത്ത് വെള്ളത്തിന്റെ നനവുണ്ടെന്നും ഇല്ലാന്നും കൈലയുക്കാലു. അതാണല്ലോ ഇപ്പൊ ചർച്ച. ആണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച എന്താ? ചന്ദ്രനിൽ പോയ മാധവൻ നായരുടെ പേടകം ഭൂമിയിലേക്ക് തിരിച്ചു വന്നപ്പോ ചന്ദ്രനിൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തി. വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ജീവന്റെ അംശം ഉണ്ട്. അവിടെ ജീവന്റെ അംശം ഉണ്ടെങ്കിൽ അവിടെ മനുഷ്യരുണ്ടോ, അവിടെ ചായപ്പീടിയുണ്ടോ, മലയാളി എത്തിയിട്ടുണ്ടോ, കച്ചവടം തുടങ്ങിയിട്ടുണ്ടോ, അങ്ങനെ കടക്കൂട്ടി പോവുക. പക്ഷേ അതിനൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ഉത്തരം അല്ലാഹു പറഞ്ഞു. സൂറത്തുൽ ഇസ്രാ ഒരധ്യായം തന്നെ ഖുർആനിൽ കൊണ്ടുവന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മാറ്റേണ്ട ദൈവത്തിന്റെ ഗ്രന്ഥാണെങ്കിലും മാറ്റി തിരുത്തി വരില്ലാന്ന്. കറപ്ഷൻ അനുവദിക്കില്ല. കാരണം എഡിറ്റിംഗ് വളരെ മെച്ചൂരിറ്റിയോടെ ദൈവം തമ്പുരാൻ ചെയ്തിരിക്കുകയാണ്. അതിൽ കറപ്ഷൻ ഇല്ല. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഇസ്രാ, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗലഹു. 7ാം ആകാശത്തിന്റെ അപ്പുറത്തേക്ക് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ തങ്ങളെ അല്ലാഹു കൊണ്ടുപോയി. 7ാം ആകാശത്തിന്റെ അപ്പുറത്ത് പ്രപഞ്ചല്യ. 7ാം ആകാശത്തിന്റെ അപ്പുറത്ത് പ്രപഞ്ചല്യ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലം. ആലം അറബിയില് ആലം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം മാസിവൽ ബാരി, അല്ല എല്ലാത്ത എല്ലതും ആലമിൽപ്പെട്ടതാണ്. അല്ല ഒഴിച്ച് അല്ല ആലമിൽപ്പെട്ടതല്ല. എന്തുകൊണ്ട്? ആലം സൃഷ്ടിയാണ്, അള്ളാഹു സൃഷ്ടാവാണ്. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടും രണ്ടാം. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പൊ അള്ളാഹുവിനെ, അള്ളാന്റെ റസൂലിനെ അല്ല കൊണ്ടുപോയത് എവിടേക്കാ? ആലമിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി, ലോകത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി. അവിടേക്കൊക്കെ ശാസ്ത്രം എത്താൻ കിടക്കുക. 2ാം ആകാശത്തിലെ ചൊവ്വയിൽ വെള്ളമുണ്ടോ ഇല്ലെന്നാ തർക്കപ്പോ. 4ാം ആകാശത്തിലേക്ക് ചെല്ലാൻ പറ്റുമോ? നോ. അവിടെ സൂര്യൻ നിൽക്കുക. സൂര്യന്റെ 7 അയലത്തെത്താനുള്ള കഴിവ് ഇന്നത്തെ മനുഷ്യൻ നേടിയിട്ടില്ലെങ്കിൽ സൂര്യന്റെ അപ്പുറത്ത് പ്രവാചകൻ പോയി പ്രത്യേക വാഹനത്തില്, ആ വാഹനത്തിന്റെ പേര് ബുറാഖ് എന്നാണെന്ന് ഖാല റസൂലുള്ളാഹി. ഒരു കാര്യം ഉറപ്പാ, മുഹമ്മദ് നബിനെ ജിബ്രീലിനെ വിളിച്ചിട്ട് പൊന്തട്ടെ എന്ന് പറഞ്ഞാൽ പോരാറുന്നില്ലേ? അള്ളാന്റെ റസൂലിനെ മിറാജിന് കൊണ്ടുപോകുമ്പോഴേ എന്നാ നബി ഞങ്ങൾ പൊന്തിക്കോളി എന്ന് പറഞ്ഞാൽ പോലെ? അല്ല പൊന്തിക്കില്ലേ?
ഒരു വാഹനം വേണം, നേരെ അങ്ങ് പൊന്തിപ്പോകില്ലേ? പക്ഷെ ഇവിടെ ടെക്നോളജി പിറവിയെടുക്കും, വാഹനമില്ലാതെ ആകാശത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് കണ്ടുപിടിക്കും. അപ്പോഴൊക്കെ ചർച്ചകൾ വരും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകം ഒരു വാഹനം തയ്യാറാക്കി ആകാശത്തിലേക്ക് പറക്കാൻ. ആ വാഹനത്തിന്റെ പേര് ബുറാഖ് എന്നാണ്. അതിന് ഇന്ധന ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിന് ഓക്സിജൻ സിലിണ്ടർ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിന് കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്ധന ആവശ്യമില്ലാത്ത നിലക്ക് പോകും. ഇപ്പൊ കണ്ടില്ലേ, പൈലറ്റ് ഇല്ലാത്ത വിമാനം ഇപ്പൊ കണ്ടുപിടിച്ചില്ല മോനെ. ഇനി അടുത്ത ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേനും ഇന്ധനമില്ലാത്ത വിമാനം കണ്ടുപിടിക്കും. ഇപ്പൊ പൈലറ്റ് ഇല്ലാത്ത വിമാനം കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് എവിടെ വേണമെങ്കിൽ പോയിട്ട് മൂപ്പര് നമ്മൾ പറഞ്ഞോട്ട് തന്നെ തിരിച്ചു വരും. പണ്ടൊക്കെ പൈലറ്റ് ഡ്രൈവർ ഇല്ലാതെ കാർ ഓടും. അല്ലാ കറാമത്താണെന്ന് പറയും നമ്മള്. പക്ഷെ ഇതൊരു അർത്ഥത്തിൽ കറാമത്തല്ലേ. ഇവ പൈലറ്റ് ഇല്ലാത്ത വിമാനം കണ്ടുപിടിച്ചില്ലേ? അപ്പൊ ഇനി ഇന്ധനമില്ലാത്ത വിമാനം വരും. ബുറാഖിന് ഇന്ധനം ഉണ്ടായിരുന്നില്ല. ബുറാഖിന് കോ പൈലറ്റ് ഇല്ല, പൈലറ്റ് ഇല്ല, എഞ്ചിനീയർ ഇല്ല, ടെക്നിക്കൽ പ്രോബ്ലം ഇല്ല. ഏഴാനാകാശത്തിന്റെ അപ്പുറത്തെത്തി ആര്? മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും ബുറാഖും കൂടി സിദ്റത്തുൽ മുൻതഖ, ദി ലാസ്റ്റ് ചെക്ക് പോയിന്റ്. അവിടെ എത്തിയപ്പോഴല്ലേ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, ഒരു ചരാചരത്തിനും പ്രവേശനമില്ല. അവിടുന്ന് അങ്ങോട്ട് കടന്ന ഒരേ ഒരു നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അതൊക്കെ വിശദീകരിച്ചു വരുമ്പോ കാലം കുറെ പിടിക്കും. ഇസ്ലാം മതത്തെ മനസ്സിലാക്കാൻ നമ്മുടെ ചെറിയ ബുദ്ധി പോരാ. അതാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഖുർആനിൽ അലിഫ് ലാം മീം ഒരായത്ത് ഇങ്ങനെ കാണാം. നല്ലോണം ശ്രദ്ധിക്കണം മോനെ. ഉറങ്ങല്ല. കാഫ് ഹാ യാ ഐൻ സാദ്. വാട്ട് ഈസ് ദ മീനിങ് കാഫ് ഹാ യാ ഐൻ സാദ്? എന്താ ഇതിന്റെ അർത്ഥം? ഒരൊറ്റ മുസ്ലിയാർക്കും കിട്ടില്ല അത്. നിങ്ങൾ ഏത് കാദി ഖുദാത്തിനെ വിളിച്ച് ചോദിച്ചു നോക്ക്. അലിഫ് ലാം മീം എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു അഅലം. ഇതിന്റെ അർത്ഥം അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഉമ്മമാരെ നിങ്ങളും കൂടി കേട്ട് പഠിക്കണം. നിങ്ങൾ അലിഫ് ലാം മീം ഓതാറില്ലേ? അതിന്റെ അർത്ഥം അറിയോ? ഓതാറുണ്ടോ? ഓതണം. അലിഫ് ലാം മീം അതിനർത്ഥമുണ്ടോ? അലിഫ് ലാം മീം 3 അക്ഷര. അക്ഷരങ്ങൾ കൊണ്ട് അധ്യായം തുടങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഗ്രന്ഥം ഖുർആനാ. വേദഗ്രന്ഥമല്ല, ഗ്രന്ഥം തന്നെ ഖുർആനാ. WWW 3 W മുകളിലല്ലേ ആകെ കളിക്കുന്ന കളി. സത്യത്തിൽ ഖുർആൻ നെറ്റ് ആയിക്കൊണ്ട് പറഞ്ഞതാണ്. ഖുർആനിൽ നെറ്റ് പറഞ്ഞതാണ് അലിഫ് ലാം മീം. അൽബക്കറയുടെ പാസ്വേഡാണ് മോഹനെ അത്. അൽബക്കറ എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ പാസ്വേഡാണ് അലിഫ് ലാം മീം. ഇവിടെ ചില വിദ്വാന്മാരുണ്ട്, എല്ലേന്റെ അർത്ഥം കിട്ടണം അവർക്ക്. വെള്ളിയാഴ്ച ഖുതുബ മലയാളത്തിൽ, ഇനി ബാങ്കും മലയാളത്തിൽ, നിസ്കാരം മലയാളത്തിൽ. ബാങ്ക് മലയാളത്തിലായ എന്തെങ്ങനെ പറയണം? അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. നല്ല രസം ഉണ്ടാവില്ലേ? എന്നാടോ ഈ ഭ്രാന്ത് തുടങ്ങിയെന്ന് ചോദിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ മുജാഹിദിന്റെ വാദം എല്ലാം മലയാളത്തിലാവണം. എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിൽ കൊടുക്കുക. എന്താ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അറിയാം എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താ ഈ പറയണേ? അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. നിശ്ചയം മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. നിസ്കരിക്കാൻ വരേ, നിസ്കരിക്കാൻ വരേ, വിജയത്തിലേക്ക് വരേ, വിജയത്തിലേക്ക് വരേ. നിസ്കാരം ഓർക്കനേക്കാൻ നല്ലതാണ്, നിസ്കാരം ഓർക്കനേക്കാൻ നല്ലതാണ്. ഇത് വിളിച്ചുകൂടിയാ പിറ്റേ ദിവസം പോലീസ് കൊണ്ട് പറഞ്ഞു നിർത്തണം ഈ പുലിവാലി. എന്താ അത്? കിടന്നുറങ്ങാൻ തൊഴിലില്ലാതെ. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദാണ്. അതെ, ഇങ്ങനെ ബാങ്ക് കൊടുത്താലും പിന്നെ സൗദി അറേബ്യയിൽ ഹജ്ജിന് പോയി നമ്മൾ കൊടുങ്ങില്ലേ? ഇവിടെ ബാങ്ക് മലയാളത്തില്, സൗദിയില് ബാങ്ക് മറ്റോടത്ത്, അമേരിക്കയിൽ ബാങ്ക് ഇംഗ്ലീഷില്, കർണാടകയിൽ ബാങ്ക് കർണാടകയില്, ചിലർ തെലുങ്കില്, തമിഴില്. അള്ളാഹ് മക്കത്തെ പള്ളിയിൽ ഒരു ഇമാമിൽ ചിലർ തമിഴിൽ നിസ്കരിക്കുക, ചിലക്ക് തെലുങ്കിൽ നിസ്കരിക്കുക, ചിലർ കർണാടകത്തിൽ നിസ്കരിക്കുക. എന്താകെ കൺഫ്യൂഷൻ ആയില്ലേ ഇപ്പോ? അപ്പൊ അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു ഇബാദത്തിന്റെ ഭാഷ അറബിയാവട്ടെ. ഖുർആന്റെ ഭാഷ അറബിയാണ്. ജിബ്രീൽ റസൂലുള്ളാഹിക്ക് വഹി അറിയിച്ചത് അറബിയാണ്. മുഹമ്മദ് നബിക്ക് ഇംഗ്ലീഷ് തിരിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാദമുണ്ടോ? മുഹമ്മദ് നബി പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ ഭാഷയും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇംഗ്ലീഷും അറബിയും തെലുങ്കും കന്നഡയും മറാഠിയും ഒക്കെ ആദം നബിക്ക് അറിയാമായിരുന്നു.
വേണ്ടി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എല്ലാ വിവരവും എല്ലാ ഭാഷയും അല്ലാഹു അറിവ് നൽകിയിരുന്നു. പക്ഷേ നബിയുടെ ഭാഷ അറബിയാണ്. അതുകൊണ്ട് അറബിയിലാ ഖുർആൻ ഇറങ്ങിയത്, അറബിയിലാ നിസ്കാരമുള്ളത്. അറബിയിൽ നിസ്കരിക്കുന്നതുകൊണ്ട് ഒരാൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അർത്ഥം അറിയില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അത് ബാങ്കാ കൊടുക്കുന്നത്. ഇക്കാമത്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഇക്കാമത്താണ്. നിസ്കാരം കണ്ട ഏത് മലയാളിക്കും ഏത് അറബിക്കും ഏത് ആഫ്രിക്കക്കാരനും അമേരിക്കക്കാരനും നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, വന്ന് കൈയ്യട്ടി അവന് നിസ്കരിക്കാൻ അറിയാം. നമ്മൾ തമിഴിലും തെലുങ്കിലും നിസ്കരിക്കാൻ തുടങ്ങിയ ഇംഗ്ലീഷുകാരനും മറ്റവനും അടങ്ങറാവും, മലയാളി മറ്റോടത്തി എന്നാലും അടങ്ങറാവും. നിസ്കാരമൊക്കെ ആകെ ഹബഹുബയാവും. അതുകൊണ്ട് ഈ പരിഷ്കരണവാദികളുടെ വാദം അടിസ്ഥാനരഹിതമാണ്. ഇസ്ലാമിനെ പരിഷ്കരിപ്പിക്കാൻ നോക്കുന്നത് വിഡ്ഢികളുടെ ലക്ഷണം. കാരണം അള്ളാഹിനേക്കാൾ വലിയവൻ ഞാനാണെന്ന അഹംഭാവമാണത്. അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം. ഞാൻ പറഞ്ഞല്ലോ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അള്ളാഹു ചോദിച്ചില്ലേ ഞാനാ സൃഷ്ടിക്കുന്നത് നിങ്ങളാ സൃഷ്ടിക്കുന്നത് എന്ന്? ആ ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു പുരുഷനും ഒരു സ്ത്രീയും ബന്ധപ്പെട്ടാൽ പുരുഷന്റെ ഒരു തുള്ളി ബീജം സ്ത്രീയുടെ ഗർഭപാത്രമാകുന്ന അണ്ഡത്തിലേക്ക് വിസർജിക്കപ്പെടുമ്പോ ആ ബീജത്തിന്റെ ഉള്ളില് ആയിരക്കണക്കിന് ബീജകോശങ്ങൾ ഉണ്ടാകും. ഒരൊറ്റ ബീജം ഒരു തുള്ളി ഇന്ദ്രിയങ്ങ് വിസർജിക്കപ്പെട്ടാൽ ആയിരക്കണക്കിന് ബീജമാണ് ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഒഴുകിച്ചെല്ലുന്നത്. ഒരു തുള്ളി ഇന്ദ്രിയത്തില് ഒരൊറ്റ ബീജത്തിന് മാത്രമേയാണ് ഗർഭപാത്രത്തിലേക്ക് അണ്ഡത്തിലേക്ക് പ്രവേശനമുള്ളൂ. ഗർഭപാത്രത്തിന്റെ അകത്ത് അണ്ഡത്തിലേക്ക് കടക്കുന്നിടത്ത് ഒരു ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ബീജങ്ങൾ ഓടി വരുമ്പോ ഒരു ബീജം ആദ്യമായിട്ട് കടക്കുന്ന ഒരു ബീജം അടഞ്ഞാൽ അണ്ഡം അവിടെ വെച്ച് അവസാനിച്ചു, ക്ലോസ്. പിന്നീട് ഒരു ബീജത്തെ സ്വീകരിക്കുകയില്ല. ഈ ഒരു തവളാപ്പൊട്ടലിന്റെ അത്ര പോകുന്ന ഒരു ചെറിയ അണുവാണ് പിന്നീട് മനുഷ്യനായി രൂപാന്തരപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയാണ് ഈ ബീജത്തിൽ നിന്ന് അണുവായിക്കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ഇത്ര വലിയ കുഞ്ഞായിക്കൊണ്ട് പ്രസവിക്കപ്പെടുമ്പോ ഇത് സൃഷ്ടിക്കുന്നത് നിങ്ങളാണോ നമ്മളാണോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അല്ലാഹു വെറുതെ ചോദിച്ചതല്ല. അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. അല്ലാഹു ഒരു സ്ഥലത്ത് വേറെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളാണോ കൃഷി ചെയ്യുന്നത് നമ്മളാണോ കൃഷി ചെയ്യുന്നത്? അതെന്തേ? നമ്മളല്ലേ കൃഷി ചെയ്യുന്നത്? തെങ്ങ് വെക്കുന്നത് നമ്മള്, കവുങ്ങ് വെക്കുന്നത് നമ്മള്, കൃഷി ഉണ്ടാക്കുന്നത് നമ്മള്. പക്ഷെ അല്ല പറയണു അല്ല, അല്ലയാണ്. നിങ്ങൾ കൃഷി ചെയ്തത് കൊണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഉദാഹരണം, ഞാൻ കേരളത്തിൽ 2 സ്ഥലത്താണ് തെങ്ങ് ഗവേഷണ കേന്ദ്രം കണ്ടത്. ഒന്ന് കായംകുളത്തും ഒന്ന് കാസർഗോഡും. കാസർഗോഡ് 16-17 ഏക്കർ സ്ഥലത്ത് തെങ്ങ് ഗവേഷണ കേന്ദ്രം നിരന്നതൊക്കെ ഒരു ശാസ്ത്രജ്ഞന്മാരുടെ അളവനുസരിച്ച് അവിടെ കുഴി ഉണ്ടാക്കുന്നത്. ശാസ്ത്രജ്ഞന്മാരെ അളന്നിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം. ശാസ്ത്രജ്ഞന്മാരെ അളന്നിട്ടാണ് വളം കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ തെങ്ങിന്റെ മുകളില് തേങ്ങയുണ്ടായപ്പോൾ ആ തെങ്ങിന്റെ മുകളിലും വന്നു മണ്ടരി രോഗം. മണ്ടരി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവേഷണം നടത്തുന്ന തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിലെ തേങ്ങയുടെ മൂട്ടിലേക്ക് നോക്കൂ, മണ്ടരി കാണാം. ശാസ്ത്രജ്ഞന്മാര് കുഴിയെടുത്തതാ, ശാസ്ത്രജ്ഞന്മാര് തേങ്ങ വെച്ചതാ, ശാസ്ത്രജ്ഞന്മാര് വെള്ളം ഒഴിച്ചതാ, ശാസ്ത്രീയമായ വളം കൊടുത്തതാ, ശാസ്ത്രജ്ഞന്മാര് ഊർജം കൊടുത്തതാ. അങ്ങനത്തെ തേങ്ങയുടെ മുകട്ടിലും മണ്ടരി എന്ന് പറയപ്പെടുന്ന തെങ്ങിന്റെ ക്യാൻസർ വന്നു. അല്ലാഹു തആല ചോദിക്കുകയാണ്, അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ഞാനാണോ കൃഷി ഇറക്കുന്നത് നിങ്ങളാണോ കൃഷി ഇറക്കുന്നത്? ഞാനതാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിന്റെ അകത്ത് പറഞ്ഞ ഒരു ആയത്തിലും ഒരു കറപ്ഷൻ വരില്ല, ഖിയാമത്ത് നാൾ വരെ വരില്ല. നോക്കൂ നിങ്ങൾ, 14 നൂറ്റാണ്ട് മുമ്പ് സൂര്യൻ ഒരു ഗ്രഹമാണെന്നും അത് കറങ്ങുന്നുണ്ടെന്നും പറഞ്ഞ വേദഗ്രന്ഥം ലോകത്തുണ്ടോ? ഒരു ഗ്രന്ഥമുണ്ടോ? സൂര്യൻ പടച്ചവനാണെന്ന് വെച്ചതിന് ആരാധിക്കപ്പെട്ട ജനങ്ങളുണ്ടായിരുന്നു. അഗ്നി ദൈവമാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇന്നുമുണ്ട്. ചന്ദ്രൻ ദൈവമാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. 14 നൂറ്റാണ്ട് മുമ്പേ അള്ളാഹു അവന്റെ ഖുർആനിലൂടെ അറിയിക്കുകയാണ്, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം. ജനങ്ങളെ, സൂര്യൻ
സൂര്യൻ ദൈവമല്ല, ചന്ദ്രൻ ദൈവമല്ല, വ്യാഴം ദൈവമല്ല, ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹങ്ങളൊന്നും ദൈവമല്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ ചില സൃഷ്ടിപ്പുകളാണ്, ഗ്രഹങ്ങളാണ്. ഇവകളൊക്കെ നടക്കുകയാണ്. വശംസു തജ്രി, സൂര്യൻ നടക്കുന്നുണ്ട്. ലി മുസ്തഖരിൻ ലഹാ, അതിന് വെച്ച ഭ്രമണ പദത്തിലൂടെ. വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രനും ഞാൻ ഭ്രമണപദം പണിതു വെച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും മാത്രമല്ല നടക്കുന്നത്. വകുല്ലുൻ, ഖുർആൻ പറയാണ്, വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ലോകത്തിലുള്ള കോടാനുകോടി ഗ്രഹങ്ങളും ഗാലക്സികളും ഒക്കെ ഇരിക്കുകയാണ്. ഇത് 14 നൂറ്റാണ്ട് മുമ്പ് ധൈര്യം കാണിച്ച ഖുർആൻ, അല്ലാഹുവിന്റെ കലാമല്ലേ പ്രിയപ്പെട്ടവരെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. അത് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധി പോരാ, വലിയ ബുദ്ധി വേണം. അത് ആര് പറഞ്ഞതാണ്? ഇസ്ലാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ പറഞ്ഞതാ ഇസ്ലാം. അല്ലാതെ ഓ അബ്ദുള്ള എഴുതുന്നതോ ഓ അബ്ദുറഹ്മാൻ എഴുതിയതോ ഒന്നും അല്ല ഇസ്ലാം പോരെ. ഞാൻ എഴുതിയതും അല്ല, എഴുതിയതും അല്ല. ഇന്നത്തെ തേജസ് ദിനപത്രത്തില് ഓ അബ്ദുള്ളയുടെ ഒരു ലേഖനം കണ്ടു. ഇന്നലത്തേല ഒരു കുട്ടി എനിക്കത് കൊണ്ടു വായിച്ചു തന്നു. എനിക്ക് കന്നഡമില്ലാത്തതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല. വായിച്ചു കേട്ടപ്പോൾ അത്ഭുതം തോന്നി. മൂപ്പരാരാ? അള്ളാഹിനേക്കാൾ റസൂലിനേക്കാൾ വലിയ പവർ അബ്ദുള്ളക്കാക്ക് ഉണ്ട് എന്ന് വാദം മൂപ്പര് ഉന്നയിക്കാൻ. മൂപ്പരിക്ക് തിരിഞ്ഞത് മാത്രമേ ലോകത്തെ തിരിപാടുള്ളൂ. അദ്ദേഹമാരാ മുജ്തഹിദോ? ഓ അബ്ദുള്ള, ഏതെങ്കിലും 4 പേന പിടിച്ച് എഴുതുന്ന പേന പിടിത്തക്കാർക്ക് ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന മതമല്ല ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കണ്ടു, ആരെങ്കിലും എന്റെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്റെ പേരിൽ ഇല്ലായ്മ കെട്ടിച്ചമച്ചാൽ അവൻ നരകത്തിൽ ഒരു വാസസ്ഥലം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഖാല റസൂലുള്ളാഹി. നമ്മൾ 2 കാര്യമാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ഒന്ന് ഇസ്ലാം അല്ലാഹുവിന്റെ മതം, 2 മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല. ഇസ്ലാം അല്ലാഹുവിന്റെ മതം, മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല. അബ്ദുള്ളയുടെ വാദം, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. ഖുർആൻ പറയുന്നു, നബിയേ, നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ തന്നെയാണ് ഞാൻ എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അല്ലാഹു ഉടനെ പറയിപ്പിച്ചു നബിയെ കൊണ്ട്, യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ് വരുന്നുണ്ടെന്നും കൂടിയും പറഞ്ഞോളൂ. നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ തന്നെയാണ് ഞാൻ. എനിക്ക് കണ്ണുണ്ട്, എനിക്ക് മൂക്കുണ്ട്, എനിക്ക് നാക്കുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ വിസർജിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിസർജിക്കുന്ന പോലെയല്ല, നിങ്ങളുടെ പോലെയല്ല എന്റെ വിസർജനം, നിങ്ങളുടെ പോലെയല്ല എന്റെ സംസാരം, നിങ്ങളുടെ കണ്ണ് പോലെയല്ല എന്റെ കണ്ണ്, നിങ്ങളുടെ ചെവി പോലെയല്ല എന്റെ ചെവി. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിക്ക് വ്യത്യാസമുണ്ട്, കേൾവിക്ക് വ്യത്യാസമുണ്ട്, കാഴ്ചക്ക് വ്യത്യാസമുണ്ട്, സംസാരത്തിന് വ്യത്യാസമുണ്ട്, അവയവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് യൂഹാ ഇലയ്യ, പ്രവാചകനിലേക്ക് വഹ്യ് വരുന്നുണ്ട്. അത് തന്നെയാണ് മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹ്യ് വരുന്നുണ്ട്. വഹ്യ് വരുന്ന ആള് സാധാരണക്കാരനാവാൻ പറ്റുമോ? ഉദാഹരണം നിങ്ങൾ നോക്ക്, കൈഫ കാന ബദഉൽ വഹ്യി എന്ന ബുഖാരി എടുത്തു നോക്ക്, അധ്യായം എടുത്തു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെയാ വഹ്യ് വന്നത്? അല്ലാഹുവിന്റെ റസൂലിന് വഹ്യ് വരുമ്പോ മദീനത്തെ പള്ളിയിൽ ഉമർ ബിൻ ഖത്താബ് തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും, അബൂബക്കർ സിദ്ദീഖ് അതിന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും, അതിന്റെ തൊട്ടപ്പുറത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനും അലിയാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതിന്റെ ഇടയിലേക്കാണ് ആര് വരുന്നത്? മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ. ഒന്ന് ഉറക്കെ പറഞ്ഞ മോനെ, ജിബ്രീൽ അലൈഹിസ്സലാം